Hi Cadets, and welcome back to my channel. Cadets, നിങ്ങൾ 2026 നേവി SSR, MR എന്നീ ട്രേഡിന് അപ്ലൈ ചെയ്തൊരു കേഡറ്റ് ആണോ എങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആകുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നേവി SSRന്റെ ഡ്യൂട്ടി എന്താണ്, നേവി MRന്റെ ഡ്യൂട്ടി എന്താണ് എന്നിവയെക്കുറിച്ചിട്ടാണ്. നിങ്ങൾക്കും സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന അതേ ടാസ്കുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കേരളത്തിൽ നിന്നും നേവി SSR, MRന് തയ്യാറെടുക്കുന്ന എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്നതാണ് നേവി SSR എന്താണ്, MR എന്താണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേഡറ്റ്സ്, 2026 നേവി SSR, MR, MAയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 1ൻ്റെയും സ്റ്റേജ് 2ൻ്റെയും പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഒരൊറ്റ ഫീസിൽ തന്നെ. ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി, നിങ്ങൾക്ക് 2 ഇൻടേക്കിലേക്കുള്ള സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. വേക്കൻസി നല്ലപോലെ വന്നിട്ടുണ്ട്. നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ നല്ലപോലെ ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 2026 തന്നെ ഇന്ത്യൻ നേവിയുടെ യൂണിഫോം അണിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയിലോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണ് നേവി SSR, അതേപോലെ തന്നെ നേവി MR, എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നോക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നേവിക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ സ്റ്റേജ് 1ൽ ഒരു റിട്ടൺ എക്സാം വരും. ആ റിട്ടൺ എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ഷോർട്ട് ലിസ്റ്റ് വരും. ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സ്റ്റേജ് 2ൽ ഫിസിക്കലാണ് ആദ്യം, അതിനുശേഷം റിട്ടൺ വരും, പിന്നെ രണ്ടാമത് ഒന്നുകൂടി വരും, പിന്നെ മെഡിക്കലാണ്, അതിനുശേഷം സ്റ്റേജ് 3 DV ആണ്, അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ്. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നേവി SSRൻ്റെയും അതേപോലെ തന്നെ നേവി MRൻ്റെയും. ഇനി അറിയേണ്ടതാണ് ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ ആ ഒരു എക്സാമിനകത്ത് എക്സാം പാറ്റേൺ എന്താണ്, എത്ര ക്വസ്റ്റ്യനാണ് വരുന്നത്, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, നേവി SSRൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 100 മാർക്സിൻ്റെ എക്സാമാണ്. എക്സാം ടൈപ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലായിരിക്കും എക്സാം വരാൻ പോകുന്നത്. ടൈം നിങ്ങൾക്ക് 1 hour ആണ് അവിടെ ലഭിക്കുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. മാത്സിന് 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷിന് 25 ക്വസ്റ്റ്യൻ, സയൻസ് 25 ക്വസ്റ്റ്യൻ, GK 25 ക്വസ്റ്റ്യൻ. ഇതാണ് ഡീറ്റെയിൽഡ് എക്സാം അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം ചാനൽ തന്നെ വീഡിയോ ലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു വീഡിയോ കൂടി കാണണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നേവി SSRൻ്റെയും MRൻ്റെയും എക്സാം പാറ്റേണും സിലബസും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ആന ഡിഫൻസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ കുട്ടികളെ, നെക്സ്റ്റ് ആണ് നേവി MRൻ്റെ അപ്ഡേറ്റ്. നോക്കൂ കുട്ടികളെ, നേവി MRൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ 100 ക്വസ്റ്റ്യൻ അല്ല, ഇവിടെ നിങ്ങളുടെ എക്സാമിന് 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വീതം 50 മാർക്ക്. എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. എക്സാം ഡ്യൂറേഷൻ 30 മിനിറ്റ്സ് ആണ്. ഓൺലി 30 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണം. 50 മാർക്സിൻ്റെയാണ് എക്സാം. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. മാത്സിന് 12 ക്വസ്റ്റ്യൻ, പിന്നെ സയൻസിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ, GKയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ. ഇതാണ് MRൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി കാണാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ SSR, അതേപോലെ എന്താണ് MR. SSR എന്ന് പറഞ്ഞാൽ സീനിയർ സെക്കൻഡറി റിക്രൂട്ട്, MR എന്ന് പറഞ്ഞാൽ മെട്രിക് റിക്രൂട്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, നേവി SSRൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ SSR എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ മിക്സഡ് റോളാണ്. അതായത് നിങ്ങൾക്ക് ടെക്നിക്കൽ വർക്കും ചെയ്യണം, അതേപോലെ തന്നെ നോൺ ടെക്നിക്കൽ വർക്കും ചെയ്യണം. എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടുന്നത് കപ്പലുകളിലും അതുപോലെ മുങ്ങിക്കപ്പലുകളിലും പിന്നെ വിമാനവാഹിനികളിലുമാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഷിപ്പിലും സബ്മറൈൻസിലും അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് കാരിയേഴ്സിലും. ഇനി നമുക്ക് ഇതിനകത്ത് അതായത് ഷിപ്പിലും സബ്മറൈൻസിലൊക്കെ എന്താണ് നിങ്ങളുടെ മെയിൻ ടാസ്ക് എന്ന് നമുക്ക് നോക്കാം. ക്ലിയർ, ഇതിൻ്റെ ഇമേജ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. SSRൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ് ഓപ്പറേഷൻ. കുട്ടികളെ നോക്കും, കപ്പലുകളിലെ ആധുനികമായ സെൻസറുകൾ, റഡാറുകൾ, പിന്നെ സോണേഴ്സ് എന്നിവയെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നതാണ് മെയിൻ റോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഏതെങ്കിലും ട്രെയിനിങ് പർപ്പസിന് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും മിഷന് പോവുകയാണെങ്കിലും അതായത് ഓപ്പറേഷന് പോവുകയാണെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏത് ഷിപ്പാണോ ഉള്ളത് അതിനകത്ത് സിഗ്നൽസ് എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അതായത് സിഗ്നൽസ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ടീമിനെയും ഷിപ്പിനെയും മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് മെയിൻ വർക്ക് എന്ന് പറയുന്നത്. അതായത് ഷിപ്പിനെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ക്ലിയർ, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതേ രീതിയിലായിരിക്കും നിങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്.
ക്ലിയർ. നെക്സ്റ്റ് ആണ് വെപ്പൺ ഹാൻഡിലിംഗ്. വെപ്പൺ ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ മിക്ക ഷിപ്പിനകത്തും എന്താണ് ഇതേ രീതിയിൽ ഇക്വിപ്മെൻറ്റ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇക്വിപ്മെൻറ്റ്സ് ഉണ്ട്. ആ ഇക്വിപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോർമൽ റൈഫിൾസ് ആകാം, പിന്നെ ഗണ്ണുകളാകാം. അതിൻ്റെ എല്ലാം പ്രോപ്പർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ അറിഞ്ഞിരിക്കുക. തോക്കുകൾ, അതുപോലെ തന്നെ മിസൈൽ ലോഞ്ചറുകൾ തുടങ്ങിയ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുകയും അതിനകത്ത് എന്തെങ്കിലും റിപ്പയർ വന്നാൽ അത് ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നിങ്ങൾ അവിടെ ചെയ്യിക്കുന്നതായിരിക്കും. മനസ്സിലായോ? നാട്ടിൽ നിന്ന് ഇതൊന്നും പഠിച്ചിട്ട് പോകണ്ട, അവിടെ നിങ്ങൾ ഇതെല്ലാം ചെയ്യിപ്പിക്കും. ട്രെയിനിങ് ടൈമിൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലായി ഈ ഷിപ്പിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് നിങ്ങളെ ചെയ്യിപ്പിക്കും. അതിനുശേഷമാണ് നിങ്ങളുടെ ഈ ടാസ്ക് എല്ലാം നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. പേടിക്കൊന്നും വേണ്ട, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നേവി SSR ആയിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയാൽ ഫസ്റ്റാണ് എനിക്ക് എല്ലാം പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ട്രെയിനിങ് ടൈമിൽ അതിനനുസരിച്ച് ഞാൻ പഠിക്കണം. സെക്കൻഡാണ് ഓരോ ഷിപ്പിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഇക്വിപ്മെൻറ്റ് കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഞാൻ അറിഞ്ഞിരിക്കണം. ഇക്വിപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അത് റൈഫിൾസ് ആകാം, പിന്നെ മിസൈൽസ് ആകാം. അതിൻ്റെ എല്ലാം ഫംഗ്ഷനിങ് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. അത് കറക്റ്റായിട്ട് നിങ്ങളെ അവിടെ പഠിപ്പിക്കുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് 2 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി 2 പോയിന്റ് കൂടിയുണ്ട്. സോ തേർഡാണ് ഡാറ്റ മാനേജ്മെൻറ്റ്. നോക്കൂ കുട്ടികളെ, മറ്റ് കപ്പലുകളുമായും അതുപോലെ തന്നെ കമാൻഡ് സെൻറ്ററുകളുമായും സിഗ്നലുകൾ വഴിയോ അല്ലെങ്കിൽ റേഡിയോ വഴിയോ ബന്ധപ്പെടുക. ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് നിങ്ങളുടെ ഷിപ്പ് ഒരു മിഷന് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് അല്ലെങ്കിൽ ട്രെയിനിങ്ങിനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി, ഒന്നിൽ കൂടുതൽ ഷിപ്പുകൾ പോയി. അപ്പോൾ ഒരു ഷിപ്പിൽ നിന്ന് മറ്റേ ഷിപ്പിലോട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്താണ് സിഗ്നൽസ് യൂസ് ചെയ്യും. അത് കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഷിപ്പ് ഇരിക്കുന്നത് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലായിരിക്കും. അതായത് മേ ബി 200, 300 യാ 1000 കിലോമീറ്റർ ദൂരെയായിരിക്കും. നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് പോയൊരു ലൊക്കേഷൻ കാണും, അതായത് നിങ്ങളുടെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ. അവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഓക്കെ റിപ്പോർട്ട് കൊടുക്കണം എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ഈവനിങ്ങിൽ നിങ്ങൾ ഓപ്പറേഷന് പോകുമ്പോൾ. അപ്പം ആ ഓരോ അപ്ഡേറ്റും ആ ഒരു ഓക്കെ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? ബൈ സിഗ്നൽസിൽ കൂടി നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കണം. എൻ്റെ ഷിപ്പ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്, ഇങ്ങനെയാണ് ഞങ്ങൾ മൂവ് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് എല്ലാ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓക്കെയാണ്, മെഷീൻസും അതുപോലെ മറ്റ് ഫംഗ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ജവാനും അതുപോലെ തന്നെ ഓഫീസേഴ്സും എല്ലാം പ്രോപ്പറായിട്ട് ഫിറ്റാണ്. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എന്താണ് എല്ലാ കമാൻഡിലും എന്താണ് പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്യിക്കും. അതൊക്കെ ചെയ്യിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ടാസ്ക്കാണ്. ഓക്കെ, ഡാറ്റ മാനേജ്മെൻറ്റ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ക്ലിയർ? സോ യുവർ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ് ടെക്നിക്കൽ സപ്പോർട്ട്. അതായത് നിങ്ങളുടെ ഷിപ്പിൽ തന്നെയുള്ള ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയർമാരെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നു, അതായത് ഹെൽപ്പ് ചെയ്യുന്നു. അവരുടെ ടാസ്ക് ഏതാണോ ആ ഒരു ടാസ്കിനകത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളടുത്ത് ചോദിക്കും, അപ്പോൾ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേവി SSRൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. 4 ടാസ്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതോടൊപ്പം തന്നെ കുറച്ച് അഡീഷണൽ ടാസ്ക് ഉണ്ട്, അത് ഈ ഒരു വീഡിയോ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. ക്ലിയർ? 4 ഇമ്പോർട്ടൻറ്റ് മെയിൻ റോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഷിപ്പുകളുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് കൂടി ഞാൻ ഷെയർ ചെയ്യാൻ നോക്കൂ കുട്ടികളെ. എയർക്രാഫ്റ്റ് കാരിയറിനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ? നെക്സ്റ്റ് ആണ് സബ്മറൈനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് അല്ലേ കുട്ടികളെ? അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു ലക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അതെല്ലാവർക്കും കിട്ടത്തില്ല. അപ്പം അതിനുവേണ്ടി നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതിനകത്ത് ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി. ക്ലിയർ? നെക്സ്റ്റ് ആണ് ഫ്രണ്ട് ലൈൻ വാർഷിപ്സ്. ഇതുപോലുള്ള ഷിപ്പിലേക്കാണ് നിങ്ങളുടെ ടാസ്ക് വരുന്നത്. ഇനിയും ഒത്തിരി ഉണ്ട്, അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, വീഡിയോ ലെങ്തി ആയി പോവും. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ SSRൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞു. ഇനിയാണ് MRൻ്റെ മെയിൻ ടാസ്ക് വരുന്നത് ഞാൻ പറഞ്ഞു തരാം. 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ കുട്ടികളെ. ആ 3 ടാസ്ക് ഞാൻ പറഞ്ഞുതരാം. MR എന്ന് പറഞ്ഞാൽ എന്താണ്? മെട്രിക് റിക്രൂട്ട്. നോക്കൂ, ഫസ്റ്റ് ആണ് നിങ്ങളുടെ മെയിൻ ടാസ്ക് ഷെഫ്, അതായത് കപ്പലിലെ ഉദ്യോഗസ്ഥർക്കും പിന്നെ നാവികർക്കും വേണ്ടിയുള്ള എന്താണ് ഫുഡ് തയ്യാറാക്കുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ നോർമൽ ലാംഗ്വേജിൽ കുക്ക് എന്നൊക്കെ പറയും. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഫുഡ് റെഡിയാക്കുക ഷിപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റുവാർഡ്. ഇവരുടെ മെയിൻ ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് മെസ്സിൽ ഫുഡ് സപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, പിന്നെ മെനു റെഡിയാക്കുക എന്നിവയൊക്കെയാണ് ഇവരുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഓഫീസേഴ്സ് മെസ്സിലെ എല്ലാ അപ്ഡേറ്റും, അതായത് ഫുഡ് സപ്ലൈ ചെയ്യുക, അവിടുത്തെ മെനു റെഡിയാക്കുക, പിന്നെ അവിടുത്തെ ഫണ്ടിങ് കാര്യങ്ങൾ, ഇതെല്ലാമാണ് മെയിൻ വർക്കായിട്ട് വരുന്ന സ്റ്റുവാർഡിൻ്റെ. ഇനി തേർഡ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ് ഹൈജീനിസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ആർമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതേ സെയിം ട്രേഡിനെ ആർമിയിൽ സഫായി വാല എന്ന് പറയും, അതായത് ക്ലീനിങ് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ പറയുന്നതാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് കപ്പലും അതുപോലെ തന്നെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സ്ഥലങ്ങളൊക്കെ എന്താണ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ടാസ്ക് ആയിട്ട് വരുന്നത്. ആരുടേത്? ഹൈജീനിസ്റ്റിൻ്റെ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് ആരുടെ? MRൻ്റെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ SSRൻ്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, MRൻ്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നേവി SSR MRന് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ജോലി കിട്ടിയതിനു ശേഷം നിങ്ങളുടെയും ടാസ്ക് വരാൻ പോകുന്ന ഇതേ രീതിയിലാണ് കേട്ടോ കുട്ടികളെ. ഇനി ഫൈനലി ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്, ആൾ ഫ്ലോട്ടിംഗ് യൂണിറ്റ്സിൽ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരും. ഇനി കുറച്ച് കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോമൺ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് SSR
SSR ആൻഡ് MR. ഫസ്റ്റാണ് ഡാമേജ് കൺട്രോൾ. ഇപ്പം ഷിപ്പിനകത്ത് എന്തെങ്കിലും ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചേർന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അതിനകത്ത് SSRും അതുപോലെ തന്നെ MR കാറ്റഗറിയിൽ പെടുന്ന കേഡറ്റ്സും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ആണ് ഫയർ ഫൈറ്റിംഗ്. ഷിപ്പിനകത്ത് ഏതെങ്കിലും രീതിയിൽ തീ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഫയർ ഫൈറ്റിംഗ് റെസ്ക്യൂ ടീമിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ ഡാമേജിൻ്റെയും അതുപോലെ തന്നെ ഫയർ ഫൈറ്റിങ്ങിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ എല്ലാ ട്രെയിനിങ്ങും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു മിഷനകത്ത് നിങ്ങൾക്ക് ജോയിൻ ആവേണ്ടതായിട്ട് വരും. ഓക്കെ, സോ യുവർ ലാസ്റ്റ് ആണ് ഷിപ്പ് സെക്യൂരിറ്റി. ഹാൻഡ്ലിംഗ് സ്മാൾ ആംസ്, അതായത് കപ്പലിൻ്റെ ആന്തരിക സുരക്ഷയ്ക്ക് ചെറിയ ചെറിയ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ അവിടെ തന്നെ ഫയറിംഗ് ചെയ്യാൻ പഠിപ്പിക്കും. അപ്പം കപ്പലിനകത്ത് തന്നെ സെക്യൂരിറ്റി കാണും, സ്റ്റാൻഡിങ് ഡ്യൂട്ടീസ് കാണും, നൈറ്റ് ഡ്യൂട്ടീസ് കാണും. ആ ഒരു സമയത്തൊക്കെ വെപ്പൺ ഹാൻഡിൽ ചെയ്യാൻ കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ എല്ലാം ട്രെയിനിങ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കോമൺ റെസ്പോൺസിബിലിറ്റീസും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. കേഡറ്റ്സ്, അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് 2026 നേവി SSR MR MAക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. SSR 4000, MR 2500, MA 4000. കുറച്ച് നേരം കൂടി ഈ ഒരു വീഡിയോ കാണുക, കാരണം ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റേജ് 1ൻ്റെ പ്രിപ്പറേഷൻ മാത്രമല്ല, സ്റ്റേജ് 2ൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങിൽ ലഭിക്കും. സ്റ്റേജ് 2ൻ്റെ റിട്ടേൺ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും റെക്കോർഡഡ് ആയിട്ട്. സ്റ്റേജ് 1ലെ ക്ലാസ് നിങ്ങൾ പ്രോപ്പർ ലൈവായിട്ട് ലഭിക്കും. സ്റ്റേജ് 2ൽ നിങ്ങൾക്ക് സ്റ്റേജ് 1ലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മെഡിക്കൽ അവയർനെസ്സും കാണും. കറക്റ്റായിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ നെയിം വരുന്നിടം വരെ ഇവിടെ നിന്ന് എല്ലാ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാൻസ് മിസ് ചെയ്യരുത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് കിട്ടും, സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും, റിവിഷൻ ക്ലാസ്സസ് കിട്ടും, മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. നേവി SSR MR MAയുടേത്. MRൻ്റെ ഫീസ് 2500 ആണ്, SSRൻ്റെത് 4000 ആണ്. +2 ബേസ്ഡ് പ്രോപ്പർ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന. ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. 2025 അപ്ഡേറ്റ് എടുത്താലും നേവി SSR MRലേക്ക് കൂടുതലും കുട്ടികൾക്കും സെലക്ഷൻ നേടിക്കൊടുക്കാൻ ആന ഡിഫൻസ് അക്കാഡമിക്ക് പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാ പേജ് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഈ ഒരു വർഷം ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക ഉടനെ തന്നെ, കാരണം ക്ലാസ്സുകൾ ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. മനസ്സിലായി? ഉടനെ തന്നെ ജോയിൻ ചെയ്ത് ഫുൾ സിലബസ് കവർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിനെയും കറക്റ്റ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ഒരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക. ഫയലിൽ ഞാൻ നമ്പർ ഷെയർ ചെയ്യുകയാണ്. ഈ 2 നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ നമ്മുടെ അക്കാഡമിയിലെ ഏതെങ്കിലും കോഴ്സ് റിലേറ്റഡ് കാര്യമാണെങ്കിലും. ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഉടനെ തന്നെ കോൾ ചെയ്തോളൂ, ജോയിൻ ചെയ്തോളൂ. 2026 നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.